ജോക്കർ 2 is actually a waste of good acting, good cinematography, good making, ഗുഡ് തീം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ തീം അടിപൊളിയാണ്, ഇതിൻ്റെ ആ ഒരു മെയിൻ കോർ അടിപൊളിയാണ്. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ജോക്കർ 1 ശേഷം ഈ സീക്വൽ ആർക്കം അസൈലത്തിലുള്ള ഈ നമ്മൾ പറയുന്ന ആർത്തർ ഫ്ലക്ക് എന്നൊരു ക്യാരക്ടറിൻ്റെ മൈൻഡ് ഗെയിംസ് ആണ് സിനിമ മുഴുവനായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ ആ കൊല നടത്തിയത് ജോക്കറാണോ അത് ഇയാൾ തന്നെയാണോ എന്നുള്ള ആ ഒരു പ്ലോട്ടും അതോടൊപ്പം തന്നെ ഹാർലി ക്വിന്നുമായിട്ട് ജോക്കർ കണ്ടുമുട്ടുന്നു. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവേണ്ട നല്ലൊരു ത്രെഡാണ് സിനിമയ്ക്കുള്ളതെങ്കിലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയെ കോളാക്കി കളഞ്ഞത്. ഈ സാധനത്തിനെ ഇവരൊരു മ്യൂസിക്കൽ മൂവി ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളിപ്പോൾ ഒരു പള്ളികളിലൊക്കെ സാധാരണ കുർബാനയുണ്ട്, പാട്ട് കുർബാനയുണ്ട്. ഒരു മണിക്കൂറിന് കുർബാന ഒരു 2-2.5 മണിക്കൂറുള്ളൊരു പാട്ട് കുർബാനയായിട്ട് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുക. സോ ഈ ഒരു മണിക്കൂറിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കഥയെ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ വലിച്ചിങ്ങനെ ഒരു അനാവശ്യമായിട്ട് പറയുന്ന സാധാരണ ഡയലോഗുകളടക്കം മ്യൂസിക്കാക്കിയിട്ട് മാറ്റി കൊളാക്കി കളഞ്ഞൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് വെച്ചും ഇതിൻ്റെ ആ ഒരു തീം വെച്ചും ഒരു വേറെ ലെവൽ സാധനമായി മാറേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. ഫസ്റ്റ് മൂവിയുടെ അത്രയും തന്നെ റിസപ്ഷൻ ഒരുപക്ഷെ കിട്ടേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഇതാണ് സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം. പാട്ടുപാടി നമ്മളെ ഉറക്കും, പാട്ടുപാടി നമ്മളെ വെറുപ്പിക്കും. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പല സമയത്ത് നമുക്ക് തോന്നിപ്പോകും. പാട്ട് വരുമ്പോൾ നമുക്ക് എണീറ്റ് പോകാൻ തോന്നും. പണ്ടൊക്കെ പഴയ സിനിമകളിലൊക്കെ തന്നെ പാട്ട് സീൻ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിൻ്റെ പുറത്തേക്ക് സിഗരറ്റ് വലിക്കാൻ ഇറങ്ങി പോകാറുണ്ടായിരുന്നു. ഈ സിനിമയിൽ ആണെങ്കിൽ സിഗരറ്റ് വലിച്ച് മരിക്കും, സിനിമ കഴിഞ്ഞ് വിളിക്കും. കാരണം ഇന്ത്യ പാട്ടാണ്. ഈ മ്യൂസിക്കൽ മൂവി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു രസം ഉണ്ടാവും. ഇതുപോലെ പല മ്യൂസിക്കൽ മൂവീസ് ഉണ്ടാവും, അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടാവും. അതിലൂടെ പാട്ടിലൂടെ ഡയലോഗ്സിലൂടെ ഒക്കെ കൺവേ ചെയ്യുന്നുണ്ടാവും. ഓക്കെയാണ്. ഇപ്പോൾ ഈവൺ ആനിമേറ്റഡ് മൂവീസ് അടക്കം കുറേ ഇങ്ങനത്തെ മ്യൂസിക്കൽ മൂവീസ് ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തീമിന്, ഈ ഒരു ഡാർക്ക് സാധനത്തിന് ഇത് സെറ്റാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോറി ലൈന് ഇത് സ്യൂട്ടബിൾ അല്ലാത്ത വളരെ ബാഡായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരിക്കലും മെമ്മറബിൾ അല്ല, ഒരിക്കലും മനസ്സിൽ തങ്ങി നിൽക്കില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല പൊട്ടൻഷ്യൽ ഓഫ് ആക്ടിങ് ആയിരുന്നു. ഇവർ രണ്ടുപേരുടെയും കിടിലം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഉപയോഗമില്ലാത്ത പോലെ വേസ്റ്റായി പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. ആൻഡ് സിനിമാറ്റോഗ്രാഫിയൊക്കെ ടോപ്പ് നോച്ച് സാധനം, ഇങ്ങനെ നമ്മൾ കണ്ണിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കണമെങ്കിൽ സിനിമ അത്ര എക്സെപ്ഷണലായിരിക്കണം. ഇപ്പോൾ ഈവൻ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ നമ്മുടെ മാട്രിക്സിൻ്റെ ബാറ്റ്മാൻ, അതിൽ ഈ പറഞ്ഞ പോലെ ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ സീരീസായ പെൻഗ്വിൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ആ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടും നമുക്കിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുമെങ്കിൽ ജോക്കർ 2 ഫോളിഡിയോ ആ രീതിക്കുള്ളൊരു സാധനമല്ല. ഈ ഫോളിഡിയോ എന്ന് പറഞ്ഞാൽ മാഡ്നസ് ഓഫ് ദി 2 എന്നാണ്. ഇവരുടെ ഈ മാഡ്നസ് കാരണം നമുക്ക് മാഡാവുന്ന പോലെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. സോ ഒരു 2 മണിക്കൂർ ഉറങ്ങിപ്പോകുന്ന ഒരു വെറുപ്പിക്കൽ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അതിൻ്റെ തീം അടിപൊളിയായിരുന്നു. ഈ ആർക്കം സ്റ്റൈലത്തിലും ഈ പറയുന്ന ഒരുമാതിരി ഹൈക്കോർട്ട് അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമ എന്ന രീതിയിലൊക്കെ പോകുന്ന സാധനം, ആ ഒരു മിക്സ്, അതിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റുന്ന കുറേ മ്യൂസിക്കൽ സാധനങ്ങളൊക്കെയാണ് സിനിമയെ കോളാക്കി കളഞ്ഞത്. സോ it could have been a lot better, but it came out to be a complete disappointment for me. So കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.